ഉത്തരാഖണ്ഡിലെ ഒരു ശാന്തമായ ഹിമാലയ ഗ്രാമമാണ് സാരി വില്ലേജ്. 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം അതീവ മനോഹരമാണ്. പ്രകൃതിയാൽ സമ്പന്നമായ ഈ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴും ഋഷികേശിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഋഷികേശിൽ നമ്മളൊന്ന് പോവാട്ടോ. ഇന്ന് 5-6 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ഒരു ഷോപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളിന്ന് ഋഷികേശിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവാ. അപ്പോൾ നമുക്ക് അങ്ങനെ ഋഷികേശിലെ ഫുള്ള് സംഭവങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് കുറെ പരിമിതികളുണ്ട്. ഒന്നാമത് കുഞ്ഞാവയുള്ള കാരണം നമുക്ക് എല്ലാവർക്കും ടെന്റ് അടിക്കാൻ പറ്റിയില്ല. കാലാവസ്ഥയുടെ എനിക്ക് പനിയൊക്കെ പിടിച്ചു. അപ്പൊ അതുകൊണ്ട് ടെന്റ് അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ റൂം എടുക്കും, ചില സമയത്ത് ടെന്റ് അടിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ പോകുന്നത് ഉത്തരാഖണ്ഡിൽ തന്നെയുള്ള സാരി എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാട്ടോ. അപ്പം അവിടെ ബാക്കില് ഇതാണല്ലോ മല, അതിന്റെ മേളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എങ്ങനെയാവും അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കുന്നില്ല, ബസ്സിന് പോകാനാണ് ഇരിക്കുന്നത്. ഏതായാലും നമ്മളിത് ഈ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താ ഇവിടെ ഉള്ളത് നോക്കാം. ഫുഡ് ആലു പൊറോട്ട, തൈര് നാരങ്ങാച്ചാറാണ്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മള് നാട്ടിൽ നല്ല ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കുന്ന പോലെ അവരിവിടുത്തെ ആലു പൊറോട്ടയും തൈരും. നമ്മളിപ്പോൾ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. രുദ്രപ്രയാഗിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി ഇരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 3-4 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ വെള്ളമൊക്കെ ആയിട്ടിരിപ്പുണ്ടേ. ഞാൻ ഉറങ്ങി. ഓക്കെ, നമുക്ക് പോകാം. എന്താ പോയിക്കൊണ്ടിരുന്നവയ്ക്ക് ബ്ലോക്കായി. എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് നിൽക്കാൻ വേണ്ട. അതുപോലെ ഇടിഞ്ഞൊരു ചെറിയൊരു ബസ്സാട്ടോ. നമുക്ക് ഭയങ്കര വിൻഡോ ഒക്കെ ചെറുതായിട്ട് ക്ലോസായിട്ട് ഇതിലാണ് നമ്മൾ വന്നത്. അപ്പം ഭയങ്കരമായിട്ടും കുറേ പേർക്ക് ഛർദ്ദിച്ചു. അയ്യോ, എന്തേ ഓക്കെ ബ്ലോക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. പുകയ്ക്ക് അങ്ങോട്ട് കൊല്ലം വേണ്ടി ബ്ലോക്ക് കഴിഞ്ഞു. നമ്മളുള്ളത് രുദ്രപ്രയാഗിലാണ്. അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ നമ്മൾ വന്നിരിക്കുക. നമ്മളിതിലേക്ക് നടക്കുന്ന കണ്ടിട്ട് 2 ചേട്ടന്മാർ അവിടെ നിൽക്കണുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി ടെൻ്റ് അടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുത്തെ ബാബയോട് ചോദിച്ചു. അവർ പറഞ്ഞു ഇതിൻ്റെ മേളിൽ അടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ പിന്നെയും ഉള്ളത് കൊണ്ട് മേളിൽ അടിക്കണ്ട, നിങ്ങൾക്ക് റൂം സെറ്റാക്കി തരാം, റെൻ്റൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ റൂം കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവരാണ് നമുക്ക് റൂം സെറ്റാക്കി തന്നത് കേട്ടോ. नाम क्या है? अच्छा इनका हाय हाय श्रीराम का ഓക്കെ. അപ്പം നമ്മൾ റൂമിലൊക്കെ വന്നൊന്ന് ജസ്റ്റ് ഫ്രഷായി ഇങ്ങനെ ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇതുവരെ കാണാൻ പറ്റുന്നുണ്ടോ? ആണ് നല്ല ഉറക്കം കേട്ടോ. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ്. ഇപ്പം വെളുപ്പിലെ എണീക്കാനുള്ള ഉറക്കമാണ്. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ നാളെ കാണാം നമ്മുടെ ബാക്കി വീഡിയോ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ധാബയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് സാരി വില്ലേജിലേക്ക് പോവാം.
നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ലഞ്ച് ടൈം ആയതുകൊണ്ട് നമുക്ക് ചോറും ഈ ഒരു കിഴങ്ങിൻ്റെ കറിയാണ് കേട്ടോ കിട്ടിയത്. ഇത് കഴിക്കാം. ഓക്കെ, നമുക്കതേ ഇപ്പോൾ ഒരു ഷെയർ ടാക്സി കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ബാക്കിൽ കയറി ഇരിക്കുക. ഇനി ഇവിടുന്ന് നമ്മൾ ഗുപ്തകാശി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെയും സാരി വില്ലേജിലേക്ക് പോകാനുണ്ട്. ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് ബസ്സൊന്നും കിട്ടത്തില്ല കേട്ടോ. സോ ഇതുപോലെ കുറേ ഷെയർ ടാക്സികളാണുള്ളത്. അതിനൊക്കെ അത്യാവശ്യം പൈസ ഉണ്ടാവും. കുറച്ച് കുറവാണ് നമ്മൾ കയറി. നമ്മളിപ്പോൾ ഉള്ളത് കാശികുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഇവിടുന്ന് ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറേ പോയി കഴിഞ്ഞാൽ കേദാർനാഥിലേക്കും ഇങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ട വഴി കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കേദാർനാഥ് പോവാം. ഇവിടുന്ന് കുറേ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബ്രിഡ്ജ് കാണിച്ചത് കേട്ടോ. ഇവിടുത്തെ മലയും ആ മലയും കൂടി ഈ മലയും കൂടി ചേരുന്നതാണ് ഈ ബ്രിഡ്ജ്. നടന്നു പോവാൻ നമുക്ക് പോകേണ്ട റൂട്ട് ഇതാണ്. നമുക്കിനി വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. വണ്ടി കിട്ടുമ്പോൾ നമുക്ക് പോവാം കേട്ടോ. നമ്മുടെ കാലം ഓക്കെ, നമുക്ക് കാശികുണ്ടിൽ നിന്നും നമുക്കൊരു കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ലിഫ്റ്റ്. പക്ഷേ സാരി വില്ലേജിലേക്ക് എന്ന് പറഞ്ഞു നമ്മൾ. പക്ഷെ അവർ 1 കിലോമീറ്റർ മുന്നേ നമ്മൾ ഇറക്കി വിട്ടു. ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് നടക്കുകയാണ് 1 കിലോമീറ്റർ. എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നോക്കിയേ, മൊത്തവും എന്നാ വലിയ മലയാ. ഇതിനൊക്കെ ഒരു കല്ല് വീണാൽ മതി തീരാൻ. ഇവിടെ ബാക്കിൽ മഞ്ഞുമല കണ്ടായിരുന്നു കേട്ടോ, നൈസായിട്ട്. ആയാലും പോയിക്കൊണ്ടിരിക്കുക. 2-3 മണിക്കൂറിനുള്ളിൽ നമ്മൾ സാരി വില്ലേജിൽ എത്തുന്നതായിരിക്കും. പിന്നെ നമുക്ക് സാരി വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ വണ്ടിക്കകത്ത് കിടക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ ട്രാവലിംഗ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ആ വണ്ടിയിൽ സാരി വില്ലേജ് വരെ അവരാക്കിയിട്ടുണ്ട്. കൊടൈക്കനാൽ തണുപ്പത്ത് വളരുന്ന പൂവാ, എന്ത് രസമായിട്ട് നിക്കണ. ദുവാ നോക്ക്, പൂൽ. ഹായ്. ഹലോ, നമ്മളിത് സാരി വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലോട്ട് കുറച്ചുകൂടി കയറാനുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് കയറാൻ പറ്റത്തില്ല. ഇന്ന് സമയം കുറച്ച് ദൈർഘ്യമേറിയിട്ടുണ്ട്. ഓക്കെ, ഇതേ ശുഭമോളൊക്കെ അവിടെ കാഴ്ചകൾ കണ്ടോണ്ട് നിൽക്കുക കേട്ടോ. ഇവിടെ നോക്കി പറ ഹായ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കടയുടെ അപ്പുറത്തായിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാൻ ചെറിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ കൂടാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് ഓറഞ്ച് മരമാണ്. ഓറഞ്ച് ആയിട്ടായി കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓറഞ്ച് മരവും അതുപോലെ ഇങ്ങനെ കാണുന്നത്. നോക്കിയാൽ ഇവിടെ നിറച്ച് ഓറഞ്ച് മരം. ഓരോരുത്തർ നമ്മുടെയൊക്കെ നാട്ടിൽ മാവില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ കോമൺ ആയിട്ട്. നോക്കിയാൽ തണുപ്പുള്ളിടത്ത് വളരുന്നതെന്ന് തോന്നുന്നു. വാവ്, പറിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ കടുക് കേട്ടോ. കടുക് ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നോക്കിയേ, അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കടുകൊക്കെ നട്ടേക്ക്. ഇതാണ് ഇവിടുത്തെ വീടുകളുടെ ഫ്രണ്ടിൽ നോക്കിയ വഴിയാണ്. ആ വീട്ടിലോട്ട് കയറിപ്പോയുള്ള വഴി, ബാക്കിൽ മല, പിന്നെ കുറേ ഹോം സ്റ്റേകളും ഉണ്ട്. നമ്മളിത് ഇവിടെയാണ് ടെൻ്റ് അടിക്കുന്നത്. ദുവാ നാളെ നമ്മൾ മല കയറാൻ പോവാ. നാളെ നല്ല രീതിക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഹായ്. അപ്പോഴത്തെ കുളിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഒരുക്കി അവിടെ ഒളിച്ചേണ്ട കളിക്കുക കേട്ടോ. അപ്പം നമ്മളിത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുക്ക് ചെയ്യുന്ന കാണിച്ചത്. നമ്മൾ ക്യാബേജ്
ഉപ്പേരി ഉണ്ടാക്കുവാണ്. ചോറുണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഉപ്പേരിയാണ് ഇപ്പോൾ ഉണ്ടാക്കണേ. ഇത് കഴിഞ്ഞൊരു പരിപ്പ് കറിയും കൂടി വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഊണ് സെറ്റാ. എനിക്ക് കേട്ടാ അപ്പോഴത്തേ നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറുണ്ട്, അതുപോലെ തന്നെ നോക്കിയത് പരിപ്പും തക്കാളിയും കൂടിയിട്ട് ചാറ് വെച്ചതാണ്. ഇത് നമ്മളുടെ ക്യാബേജ് തോരൻ, മെഴുക്കുവരട്ടി. ഇത് സ്വന്തം അച്ചാർ കേട്ടോ നമ്മുടെ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാം. മോർണിംഗ്. അപ്പോൾ ഇതേ ഞങ്ങൾ രാവിലെ എണീറ്റേ. മോളെ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ എണീറ്റ് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ശിവന്ദാസ് നല്ല ഉറക്കാണ്. ഡാ എനിക്കടാ ഗുഡ് മോർണിംഗ്. ഞാൻ അവളുടെ കളിപ്പാട്ടൻ്റെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പോന്ന് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ സാരി വില്ലേജിൽ തന്നെയുള്ളൊരു ദീദിയുടെ വീട്ടിലാണ്. അപ്പം ഞാൻ അവരെ കാണിച്ചു തരാം. ഹായ് ഹായ്. നാം എന്താ? നാം ക്യാ ഹൈ? സുന്ദരി ദേവി എന്ന് പറഞ്ഞൊരു ആൻറ്റിവിന് 3 മക്കളുണ്ട്. ഇതാണ് ഏറ്റവും ഇളയാള്. അപ്പോൾ ഞങ്ങൾ ബേബി കുഞ്ഞാവായിട്ടിരുന്നു. അപ്പോൾ അവരിതേ കുഞ്ഞാവയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ പോയതുകൊണ്ട് അവളൊരു ചെറിയൊരു കരച്ചിലൊക്കെ കരഞ്ഞു. ടിക്ക് 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 തൂവാ. ഹായ് ചിരിച്ചേ ചിരിച്ചേ. അപ്പോൾ ഇതേ നമ്മൾ കുഞ്ഞാവനെ കടത്താൻ വേണ്ടി ഇതേ അവിടെ ഷീറ്റൊക്കെ വിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അവളെ കുളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ കുറച്ച് നേരം പായിട്ട് കിടത്തിക്കോ, കാരണം വെയിലൊക്കെ അടിക്കുമല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ഇത് അങ്ങനെ അവർ ഇരിക്കുക. കാണുന്നതാണ് മഞ്ഞുമല കേട്ടോ. ചെറുതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. മഞ്ഞിപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു വരുവാണ്. ഡിസംബർ ജനുവരി മാസത്തിലാകുമ്പോൾ നല്ലതായിട്ട് ഇവിടെ എല്ലാം മഞ്ഞ് വിരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ചെറുതായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് അറിയില്ല. അതുപോലെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നമുക്ക് താഴെ ബാബാ ബാബാ. ഞാനത് പറിക്കാൻ വേണ്ടി പോവാ. ചോദിച്ചു നോക്കാം പറിക്കാൻ സമ്മതിക്കുമെന്ന് നോക്കാൻ പോവാം. അവര് നമുക്ക് കൊണ്ട് തന്നു കേട്ടോ. ഇത് ശരിക്കും ഓറഞ്ച് സിട്രസ് ഇനത്തിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷെ നമ്മളിതിനെ മാൾട്ട എന്നാണ് പറയുന്നത്. ഇതിന്റെ പേര് മാൾട്ട. कितने साल की है वो? महीने की है? 8 महीने की. എല്ലാ വീടിന്റെ ഫ്രണ്ടില് ഈ മരം ഉണ്ട് കേട്ടോ, മാൾട്ട. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഓറഞ്ച് ആണെന്നാ. ഞാൻ ഏതോ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓറഞ്ച് ആണ്. പക്ഷെ ഓറഞ്ച് സിട്രസ് ഇനത്തിൽ പെട്ടത് തന്നെയാണ്. കുറെ വെള്ളി അടിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇതിന് നല്ല മധുരം ഉണ്ടാവും. ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതിനൊരു മധുരവും പുളിയും ഒക്കെ കൂടി കൂടിയിട്ട് നല്ല മധുരം ഉള്ളതാ. ഇത് പിന്നെ ഇതിന്റെ തൊലി ഭയങ്കര കട്ടിയുള്ളത്. നമ്മള് നല്ലോണം പാടുപെടേണ്ടി വരും ഒന്ന് പൊളിച്ചെടുക്കാൻ. അതൊക്കെ തന്നെയാണ്. നല്ല മണം, നാരങ്ങയുടെ ഒരു മണാടാ. കൊള്ളാം. 2 കിട്ടിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ചിന്താസേ. ഓക്കെ, ഇവിടുത്തെ കൃഷി രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാണാത്ത കുറേ സംഭവങ്ങൾ കണ്ട്. പിന്നെ ഈ നിൽക്കണ കണ്ടോ, ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കടുകിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കടുകാണ്. പിന്നെ ഇങ്ങോട്ട് വരാം. ഇത് കണ്ടോ, ശംഖുപുഷ്പത്തിന്റെ പൂ പോലെ ഇരിക്കണേ. ഇത് എന്താണെന്നറിയാവോ? ഇത് ഓക്കെ, ഇത് നമ്മുടെ മട്ടറാണ്. മട്ടറില്ലേ, ഗ്രീൻ പീസ്, അത് മട്ടറുണ്ട്. അങ്ങനെ പിന്നെ ഈ നട്ട് വെച്ചേക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് ഈ നട്ട് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ അങ്ങനെ കുറേ കൃഷി നോക്കുക. അവിടെ
അങ്ങോട്ട് പോകണോ? വെറുതെ എനിക്ക് പൊളിച്ച് തന്നതാണ് ഇങ്ങനെ. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല മധുരമുണ്ട്. ഞാൻ ഓർത്ത് ഇതിന് പുളിയായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ സംഭവമൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയാണ്. സോറി, മധുര. കുരു കുറവായിരിക്കും ഇതിന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് പൂണ്ടി പോയൊരു ഫീലാണ്. മീൻസ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ അതുപോലെ തന്നെയാണ്. അതുപോലെ നോക്കിയാൽ ആ പൂവുണ്ടോ, ചെറിയ ഡേസി, അത് ഞാൻ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് തണുപ്പുള്ളടുത്ത് വളരുന്നതായിരിക്കും. നല്ല രസമുണ്ട്. ഹായ് സത്തുമണി, ഹായ്. വരുന്നുണ്ടോ? ആ പോണവനെ കണ്ടോ? അത് ഇവിടുത്തെ നൈസായിട്ടൊരു വഴികാട്ടിയാട്ടോ. പിന്നെ 2 പേര് വൈകിട്ട് വരും. അവരെ കാണിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ. റിംഗ് മാസ്റ്റർ സിനിമയിലെ ടോബിയാണ് ഇരിക്കുന്നത്. ടോബി കണ്ടാ, വിളി കേട്ട്. അച്ഛനെ കണ്ടാ? നല്ലൊരു അമ്മമ്മ. പിന്നെ ആ അകലെ കാണുന്നത് കണ്ടോ, അത് സ്കൂളാണ്. ഞങ്ങളിപ്പോഴാട്ടെ ഇതൊക്കെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബാക്കിലോട്ട് മാറി ഓരോ മലകളുടെ അവിടെ ആയിട്ട് താഴ്വാരത്തിലൊക്കെ പല പല വീടുകളൊക്കെ കാണാം. എനിക്ക് അങ്ങോട്ടൊക്കെ മാറി വേറെ വേറെ വില്ലേജുകളെല്ലാം കാണാം. പക്ഷെ എല്ലാം മഞ്ഞിനാൽ ഇങ്ങനെ മൂടി ഇരിക്കുക. മെയിനായിട്ട് ഇവിടുത്തെ ലാംഗ്വേജ് ഒന്നും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഹിന്ദി പ്ലസ് ഗർവാലി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആണ്. ആ ഒരു ഭാഷയും കൂടി പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് എനിക്ക് ഒട്ടും കിട്ടുന്നു. ഒന്നാമത് ഹിന്ദി അറിയത്തില്ല, അതിനായിട്ട് ഇതും കൂടി പറയുമ്പം ഒട്ടും മനസ്സിലാവുന്നില്ല. ഏതായാലും നമ്മൾ പഠിക്കും കേട്ടോ. വായു പ്രതീക്ഷയാണ്. അപ്പം ഇതാണ് നമ്മളുടെ സാരി വില്ലേജ്. ഇനിയും കാണാൻ കുറേ ഉണ്ട്. ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതേ നമ്മളിതിനെ നടന്ന് പോകുന്ന വഴിക്ക് കണ്ടൊരു കൊച്ചു വീടാണ്. ഓക്കെ, മൊത്തം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ വീടാണ്. മേൽക്കൂര വരെ കരിങ്കല്ല് കൊണ്ട് ചെത്തി ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു വീട്. ഓക്കെ, വൈക്കോല് മരത്തിൻ്റെ മേലിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. കുറേ വെറൈറ്റി കാഴ്ചകൾ കാണാം. ഇങ്ങനെ ഞാൻ കണ്ടിട്ട് പോലും. ഓക്കെ, ഇതേ ഒരു ചേച്ചി വിറക് പെറുക്കുക കേട്ടോ. സോറി, വിറക് വെട്ടിയെടുക്കുകയാണ് മരത്തിൻ്റെ മണ്ടയിൽ കയറിയിട്ട്. ഇവിടെ കാണുമ്പോൾ നമുക്ക് എടുത്താൽ, പക്ഷെ അടിയിൽ കയറി വന്നതാ. ആന്ന്, ശരി, അതെ. അപ്പോഴത്തെ ആ കാണുന്ന കേട്ടോ നമ്മൾക്ക് പോകേണ്ട വില്ലേജ്. സോറി, നമ്മൾ നിന്നിരുന്ന വില്ലേജ് സാരി വില്ലേജ്. നമ്മളപ്പോഴത്തെ ഇങ്ങനെ നടങ്ങനെ ചുറ്റി വേണം അവിടെ എത്താൻ. പോവാം, ഇതുവാ. വേറെ സാധനമുണ്ട്.